പുൽമൈതാനത്തിന്റെ പച്ചപ്പിൽ ഒരു ചിത്രകാരൻ തന്റെ വരകൾ കോറിയിടുന്നത് പോലെ പന്തിലൂടെ തന്റെ കലയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച താരമാണ് നെയ്മർ ജൂനിയർ. വേഗതയും വൈദഗ്ധ്യവും സങ്കല്പശക്തിയും ഒരേ ശരീരത്തിൽ സംഗമിച്ചപ്പോൾ ഫുട്ബോൾ ലോകം കണ്ട അതുല്യ പ്രതിഭ. വിജയങ്ങളുടെ ഉയരങ്ങളിലും വിമർശനങ്ങളുടെ ആഴങ്ങളിലും തളരാതെ മുന്നേറിയ യാത്രയാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ നെയ്മർ ഒരു കളിക്കാരൻ മാത്രമല്ല, ഫുട്ബോളിന്റെ സൗന്ദര്യത്തെ ലോകത്തിന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമാണ്. പ്രതിഭയ്ക്ക് ഒരു മുഖമുണ്ടെങ്കിൽ അത് നെയ്മറിൻ്റെതായിരിക്കും. പന്തിനെ വെറുതെ നിയന്ത്രിക്കുകയല്ല, അതിന് ജീവൻ നൽകുകയാണ് കാനറികളുടെ സുൽത്താൻ. ഇക്കുറി അമേരിക്കയിലേക്ക് വിമാനം കയറുമ്പോൾ സുവർണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും നെയ്മർ ലക്ഷ്യം വെക്കുന്നില്ല. അപ്പോൾ നെയ്മർ എന്നൊരു മഹാപ്രതിഭയുടെ ചിറകിലേറി വീണ്ടും കിരീടം നേടാൻ ഒരുങ്ങുകയാണ് ബ്രസീൽ. അപ്പോൾ ആ ടീം അല്ലെങ്കിൽ നെയ്മർ 3 ലോകകപ്പിൽ കളിച്ചിട്ടുണ്ട്. ആ 3 ലോകകപ്പിലും നെയ്മറിനും ബ്രസീലിനും കാലിടണമെന്നാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആ നെയ്മറിന്റെ ഒരു യാത്ര, ആ ഒരു ജൈത്ര യാത്ര എങ്ങനെയായിരുന്നു നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ നൂറ കൂടി ചേരുന്നുണ്ട്. നൂറ, സ്വാഗതം. യെസ് നൂറ, വലിയ പ്രതീക്ഷയാണ് ഇക്കുറി ബ്രസീലിനുള്ളത്. അപ്പോൾ നെയ്മറിന്റെ ഈ ഒരു യാത്ര 2014 മുതൽ തുടങ്ങുന്ന ഒരു യാത്ര ഇപ്പോൾ 2026 ലോകകപ്പിൽ എത്തി നിൽക്കുന്നു. എങ്ങനെ കാണാം നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തെ? എങ്ങനെയാണ് ബ്രസീലിന് ആ കിരീടം, 6ാം കിരീടം ഇതുവരെ നേടാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് വിർച്വൽ സഹായത്തോടെ കൂടെ തന്നെ ഒന്ന് നോക്കിയാലോ. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്ലൈഡ്, യെസ്, നമ്മൾ കാണുന്നത് ഈ ഒരു പിക്ചറിൽ നമ്മൾ ആക്ച്വലി കാണുന്നത് പെലെ ആക്ച്വലി 17ാമത്തെ വയസ്സിൽ അവരുടെ ലോകകപ്പ് ഉയർത്തിയിട്ടുണ്ട് ബ്രസീലിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റൊമാരിയോയും ആ ഒരു ലോകകപ്പ് 28ാം വയസ്സിൽ 1998 ഉയർത്തിയിട്ടുണ്ട്. പിന്നെ റൊണാൾഡോ നസാരിയോയും ആ ഒരു 25ാം വയസ്സിൽ ആ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിരീടമില്ലാത്ത രാജാവ് എന്ന് നമ്മൾ കാണുന്നത് ബ്രസീലിൽ അവരുടെ മികച്ച ഗോൾ വേട്ടക്കാരനായ ഒരു നെയ്മർ തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ നെയ്മറിൻ്റെ ആദ്യ മത്സരം വരുന്നത്. ആദ്യ മത്സരം 2014 ലോകകപ്പിൽ ആദ്യമായിട്ട് നെയ്മർ ബൂട്ട് അണിയുന്നത് ക്രൊയേഷ്യക്കെതിരാണ്. അന്ന് നെയ്മറിന് ആലോചിക്കണം, വെറും 22 വയസ്സ് മാത്രമാണ് പ്രായം. 2010 അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ദുങ്ക അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അതെ. പിന്നീട് ഈ ഒരു 22ാം വയസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22ാം വയസ്സിലാണ് ക്രൊയേഷ്യക്കെതിരെ ബൂട്ട് അണിയുന്നത്. അതിൽ 2 ഗോളാണ്, എണ്ണം പറഞ്ഞ 2 ഗോളാണ് ക്രൊയേഷ്യക്കെതിരെ ബ്രസീലിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്തത്. അതായത് ഫസ്റ്റ് വേൾഡ് കപ്പിൽ കളിക്കുന്ന മാച്ച് തന്നെ നെയ്മർ ആ ഒരു സംഭവം അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം മെക്സിക്കോക്കെതിരെ ഒരു മാച്ച് വരുന്നുണ്ട്. പിന്നീട് വീണ്ടും കാമറൂണിനെതിരെ നെയ്മർ കളിക്കുന്നു. ആ മാച്ചിൽ നെയ്മർ ആദ്യ പകുതിയിൽ തന്നെ 2 ഗോൾ സെക്യൂർ ചെയ്തിട്ട് ബ്രസീലിനെ ആ ഗ്രൂപ്പത്തെ ലീഡേഴ്സ് ആക്കിയിട്ടാണ്, ടേബിൾ ടോപ്പേഴ്സ് ആക്കിയിട്ടാണ് ആള് പ്രീ ക്വാർട്ടേഴ്സിലേക്ക് കടത്തിവിടുന്നത്. അതിനുശേഷം വരുന്ന മത്സരമാണ് ചിലിക്കെതിരെയുള്ള ആ ഒരു മാച്ച്. ചിലിക്കെതിരെയുള്ള ആ മാച്ചിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു സമനിലയിൽ കലാശിച്ച് നിൽക്കുന്ന മാച്ചായിരുന്നു ചിലിക്കെതിരെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നെയ്മർ ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പെനാൽറ്റി ഷൂട്ട് ഔട്ട്, അതായത് 120ാം മിനിറ്റ് വരെ ഒരു ആശ്വാസം ബ്രസീലിന് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ അവസാനത്തെ ശ്രമം എന്ന നിലയ്ക്ക് അവർ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോയപ്പോൾ അവിടെ നെയ്മറിന്റെ ആ ഒരു പെനാൽറ്റിയിലായിരുന്നു ആക്ച്വലി ബ്രസീൽ വിൻ ചെയ്ത്. അത്രയും ഫോമിൽ കളിച്ചു വന്നിട്ടും ചിലിയുടെ അടുത്ത് ഒരു സമനില വഴങ്ങേണ്ടി വന്നു. അതെ, മികച്ച ഫോമിൽ തന്നെയായിരുന്നു ബ്രസീൽ. പക്ഷെ ചിലിയുടെ എതിരെ വന്നപ്പോൾ അവർക്ക് ആ ഒരു സമനില വഴങ്ങേണ്ടി വന്നു. അങ്ങനെ പിന്നീട് അത് നെയ്മറിന്റെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് ബ്രസീൽ വിജയിച്ചിട്ട് അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നത്. അതായിരുന്നു ക്വാർട്ടർ ഫൈനൽസ്. ആ ക്വാർട്ടർ ഫൈനൽസ് നടക്കുന്നത് കൊളംബിയക്കെതിരെയാണ്. ആൻഡ് ഈ മാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം 2014 ഒരുപാട് പ്രതീക്ഷയോടെയാണ് നെയ്മർ ജൂനിയർ എന്ന താരം വരുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, സാമ്പാ ശൈലിയെക്കുറിച്ചൊക്കെ നമുക്കറിയുന്നതാണ്. അത് ഏറ്റവും ആളുടെ പ്രകടന ശൈലിയിൽ നമ്മൾ കണ്ടൊരു സംഭവമാണ്. അങ്ങനെ ഏറെ പ്രതീക്ഷയോടെ വന്ന ഒരു ലോകകപ്പായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഈ ലോകകപ്പിൽ, ഈ മാച്ചിൽ തന്നെ തിയാഗോ സിൽവയെ ഒരു അസിസ്റ്റിലൂടെ നെയ്മർ കോർണർ കിക്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അറിയുന്ന സംഭവം തന്നെയാണല്ലോ, ആരും മറക്കാത്ത പേര്, ഹുവാൻ കാമിലോ സുനിഗ എന്ന കൊളംബിയയുടെ പ്ലെയർ നെയ്മറിനെ ഫൗൾ ചെയ്യുന്നത്. ഏകദേശം ഒരു 88ാം മിനിറ്റിലാണ് ആ ഫൗൾ വരുന്നത്. അങ്ങനെ നെയ്മറിന്റെ കരിയർ തന്നെ ഇല്ലാതാക്കിയൊരു ഫൗളാണ്. അതായത് ആ ഇഞ്ചുറി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. മേ ബി ആ ആൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആ ഒരു ഇഞ്ചുറിയുടെ പോക്കുണ്ടായിരുന്നത്. വെർട്ടബ്ര ഇഞ്ചുറി ആയിരുന്നു. ആവശ്യമില്ലാത്ത ബാക്കിൽ നിന്ന് എക്സസീവ് ഫോഴ്സ് കൊടുത്തിട്ട് സുനിക ചെയ്തൊരു ഫൗളായിരുന്നു.
അങ്ങനെ നെയ്മറിന്റെ ഈ ഒരു വേൾഡ് കപ്പിലെ പ്രതീക്ഷ അവിടെ അവസാനിക്കുന്ന തരത്തിലാണ്. പക്ഷെ എന്നാൽ പോലും പിന്നീട് ബ്രസീൽ ആ ഒരു സെമി ഫൈനൽസിലോട്ട് അഡ്വാൻസ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കണ്ടില്ല, ആ സ്കോർ ലൈൻ കണ്ടില്ലേ, 7-1 എന്നുള്ളതാണ് സ്കോർ ലൈൻ. ഇപ്പോഴും ബ്രസീൽ ഫാൻസിനെ ആരാധകർ ഇപ്പോഴും പരിഹസിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 12 വർഷമായി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും മറക്കാനാവാത്തൊരു ദുരന്തമായിട്ട് ജർമ്മനിക്കെതിരായ മത്സരം നിൽക്കുകയാണ്. ഇപ്പോഴും അത് കളിയാക്കുന്നുണ്ട്. മാത്രമല്ല, ആദ്യം 30 മിനിറ്റിൽ തന്നെയാണ് ജർമ്മനി ആ ബ്രസീലിന് 5 ഗോളുകൾ ബ്രസീലിനെതിരെ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഇതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നമുക്ക് നോക്കാം. തിയാഗോ സിൽവയ്ക്ക് സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എന്ന സ്ലൈഡിലോട്ട് പോകാം. തിയാഗോ സിൽവ ഈ ഒരു മാച്ചുകളിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്ലേയേഴ്സിൻ്റെ റേറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്നത്. ക്രൊയേഷ്യക്കെതിരെ, ക്യാമറോണിനെതിരെ, അതുപോലെ തന്നെ പിന്നീട് വന്ന മെക്സിക്കോക്കുള്ള സമനിലയിലും ഈ 2 പ്ലേയേഴ്സിൻ്റെ റേറ്റിംഗ് വളരെ കൂടുതലായിരുന്നു. ചിലിക്കെതിരെയുള്ള മാച്ചിലും കൂടുതലായിരുന്നു, കൊളംബിയക്കെതിരും. തിയാഗോ സിൽവ ആൻഡ് നെയ്മർ. തിയാഗോ സിൽവ സസ്പെൻഷൻ ലഭിച്ചിട്ട് ജർമ്മനിക്കെതിരെ കളിക്കുന്നില്ല. ആ ലാസ്റ്റ് ലൈനപ്പ് കാണിക്കുന്നത് ആക്ച്വലി ജർമ്മനിക്കെതിരെയുള്ള മാച്ചായിരുന്നു. ആ ഒരു സസ്പെൻഷൻ മൂലം തിയാഗോ സിൽവക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. 7 ഗോളും നേടുമ്പോൾ നെയ്മറിന്റെ പങ്ക് മാത്രമല്ല, അവിടെ തിയാഗോ സിൽവയുടെ അഭാവം കൂടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നെയ്മറിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആ ഒരു വേൾഡ് കപ്പിൽ സ്കൊലാരിയുടെ മൊത്തത്തിലുള്ള ഒരു ടാക്ടിക്സ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നെയ്മറിന്റെ ആബ്സെൻസിൽ ആ ഒരു മിഡ് സോണിലുള്ള ടാക്ടിക്സും അതുപോലെ തന്നെ ആ ഒരു മുന്നേറ്റ നിരയെ തന്നെ ഈ സ്കൊലാരിക്ക് മൊത്തത്തിൽ മാറ്റേണ്ടി വന്നു. അങ്ങനെയാണ് ആ ഒരു പരാജയം ബ്രസീലിന് ജർമ്മനിക്കെതിരെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പിന്നീട് വരുന്നത് 2018 വേൾഡ് കപ്പാണ്. ഈ 2018 വേൾഡ് കപ്പിലും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് PSG-ക്കെതിരെ PSG-യിൽ നെയ്മർ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ഒരു റൈറ്റ് ആംഗിൾ ഇഞ്ചറി ആൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷ്വലാണ് നമ്മളവിടെ കാണുന്നത്. ആ ഒരു ഇഞ്ചറിക്ക് ശേഷം 2018 വേൾഡ് കപ്പിൽ വരുന്നുണ്ട്. ആൻഡ് ആ വേൾഡ് കപ്പിൻ്റെ ടൈമിൽ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മൾ തന്നെ പലപ്പോഴും നാട്ടിലൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, ആളുകൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ വീണ് കഴിഞ്ഞാൽ നീ നെയ്മർ ആവാൻ നോക്കില്ലേ എന്നുള്ള ആ ഒരു സംഭവം. അപ്പോൾ അതെ അപ്പോൾ അങ്ങനത്തെ ട്രോളുകൾ ഒക്കെ വന്നൊരു ടൈമായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ പക്ഷേ എന്നാൽ പോലും കോസ്റ്റാറിക്കയ്ക്കെതിരെ വരുന്നുണ്ട്. കോസ്റ്റാറിക്കയ്ക്കെതിരെ വന്ന് നെയ്മർ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നീട് വീണ്ടും സെർബിയക്കെതിരെ മാച്ച് വരുന്നു. ആ മാച്ചിൽ വീണ്ടും അന്ന് കൊളംബിയക്കെതിരെ തിയാഗോ സിൽവക്ക് കൊടുത്ത അസിസ്റ്റ് പോലെ തന്നെ ഒരു കോർണർ കിക്കിൽ നിന്ന് തിയാഗോ സിൽവയെ വീണ്ടും നെയ്മർ കണ്ടെത്തുന്നു സെർബിയക്കെതിരെ. അത് കഴിഞ്ഞ് അടുത്ത മാച്ച് വരുന്നു. അടുത്ത മാച്ച് മെക്സിക്കോക്കെതിരെ. അത് ആക്ച്വലി പ്രീ ക്വാർട്ടേഴ്സ് ആണ്. ഈ പ്രീ ക്വാർട്ടേഴ്സിലും നെയ്മർ അവർക്ക് ആ ഒരു ഗോൾ നേടിക്കൊടുത്ത് 2-0 എന്നുള്ള സ്കോർ ലൈനിൽ നെയ്മർ ബ്രസീലിനെ അവസാനം ബെൽജിയത്തിനെതിരെ നേരിടാൻ എത്തിക്കുന്നു. പക്ഷേ ബെൽജിയം എന്ന് പറയുന്നത് നമുക്കറിയാം, ആ വേൾഡ് കപ്പിൽ പോകെ എല്ലാവരുടെ ഫേവറേറ്റ്സ് ആയി വന്നൊരു ടീമായിരുന്നു ബെൽജിയം. ഫിഫ നമ്പർ 1 ആയിരുന്നു ബെൽജിയം നാഷണൽ ടീം. പക്ഷെ അവർക്കെതിരെ ബ്രസീലിന്റെ കാലിടറി. നെയ്മറിന്റെ ആ ഒരു നിസ്സഹായമായ ആ ഒരു നിൽപ്പ് അതൊരിക്കലും ഏത് ഫുട്ബോൾ ഫാൻ്റെ മൈൻഡിൽ നിന്നും പോയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് 2022 വേൾഡ് കപ്പ് വരുന്നത്. അതെ 2022 വേൾഡ് കപ്പ് നമുക്കറിയാം, കസമേരോ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടാണ് കസമേരോ വരുന്നത്. അതുപോലെ തന്നെ റോഡ്രിഗോ പോലത്തെ, വിനീഷ്യസ് ജൂനിയറിനെ പോലത്തെ, റിച്ചാൾസനെ പോലത്തെ, അന്ന് എനിക്ക് ആ വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റ് ഗോൾ അടിച്ച വ്യക്തിയാണ് റിച്ചാൾസന്. അതുപോലത്തെ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള പ്ലേയേഴ്സുമായിട്ടാണ് 2022 വേൾഡ് കപ്പിൽ ബ്രസീൽ വരുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് മാച്ച് സെർബിയക്കെതിരെ വരുന്നത്. സെർബിയക്കെതിരെ ഈ മാച്ച് സംഭവിച്ചപ്പോൾ വില്ലനായി വീണ്ടും നെയ്മറിന്റെ കൂടെ ആ പരിക്ക് തുടർന്നു. വീണ്ടും സെർബിയക്കെതിരെ നെയ്മറിന് പരിക്ക് പറ്റുന്നു. എനിക്ക് തോന്നുന്നു ആ ലോകകപ്പിലെ കിരീടമോഹങ്ങൾക്ക് ഒരു കോട്ടം തട്ടിയത് ഈ പരിക്ക് തന്നെ. അതെ ഈ പറഞ്ഞ പോലെ തന്നെ 2022 വേൾഡ് കപ്പ് ഈ പറഞ്ഞ സ്റ്റാർ സ്റ്റഡഡ് പ്ലേയേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ എന്നാൽ പോലും ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ 2 മാച്ചുകൾ കഴിഞ്ഞ് ഗ്രൂപ്പ് ലീഡേഴ്സ് ആയിട്ട് തന്നെയാണ്, ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് തന്നെയാണ് ബ്രസീൽ അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നത്. പ്രീ ക്വാർട്ടേഴ്സ് വരുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. പ്രീ ക്വാർട്ടേഴ്സ് വരുന്നു. പ്രീ ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോൾ വീണ്ടും ക്രൊയേഷ്യയുമായി ഏറ്റുമുട്ടുന്നു. അന്ന് 2014 സംഭവിച്ച പോലെ അന്ന് വിജയിച്ചു. പക്ഷേ ഈ ഒരു മത്സരത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ മത്സരത്തിൽ 105 മിനിറ്റ് വരെ ഗോൾ കണ്ടിട്ടില്ല. പക്ഷെ നെയ്മറിന്റെ തന്നെ ഇന്റർനാഷണൽ കരിയറിലെ ഏറ്റവും മികച്ച ഗോളാണ് നമ്മൾ അന്ന് കണ്ടത്. അതെ, പെലെയുടെ റെക്കോർഡ് 77 ഗോൾ എന്നുള്ള പെലെയുടെ റെക്കോർഡിനൊപ്പം എത്തിയ ഗോളാണ്. അത് മാത്രമല്ല, റോഡ്രിഗോ, പെക്വേറ്റ, അതുപോലെ തന്നെ മാർക്കിനോസ് ഇവരുമായിട്ടൊക്കെ നടത്തിയ ഒരു ബ്രില്യൻ കോമ്പിനേഷനിൽ വന്നൊരു ഗോളായിരുന്നു ആ ഒരു ഗോള്. പക്ഷെ അവിടെ ക്രൊയേഷ്യക്കെതിരെ വീണ്ടും പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പോകുന്നു.
പരാജയപ്പെടുന്നു. പിന്നെ വീണ്ടും പരിക്കാണ്. ഇപ്പോൾ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും പരിക്ക് തന്നെയാണ് നെയ്മറുടെ പ്രശ്നം എന്ന് ഇപ്പൊ പറയുന്നത്. നമ്മൾ 2026 എത്തി, പക്ഷെ പരിക്ക് നെയ്മറിനെ വിടുന്നില്ല. അതെ, ഇതാണ് ആക്ച്വലി കാർലോ ആൻസലോട്ടിയുടെ നെയ്മർ വന്നിട്ടുള്ള ഒരു സാധ്യത ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പില്ല നെയ്മർ ഇറങ്ങോ ഇല്ലേ എന്നുള്ളത്. മൊറോക്കോക്കെതിരെയുള്ള മാച്ച് തീർച്ചയായിട്ടും നെയ്മർ ഇറങ്ങില്ല, വേൾഡ് കപ്പ് ഓപ്പണർ മാച്ച്. പക്ഷെ ഇൻ കേസ് കാർലോ ആൻസലോട്ടി ആൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഒരു നെയ്മറിനെ ആള് പ്രതീക്ഷിക്കുന്നില്ല. കാരണം 34 വയസ്സാണ്. പക്ഷെ ആള് നെയ്മറിനെ അവിടെ പ്രതീക്ഷിക്കുന്ന ഒരു റോൾ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടൊരു ക്രിയേറ്റർ റോള്. അതായത് 4-5 പ്ലേയേഴ്സിനെ വെട്ടിച്ച് പോകുന്ന നെയ്മറിന് മേ ബി ആവശ്യമുണ്ടാവില്ല. കാരണം അതിന് തക്കമായിട്ടുള്ള വിനീഷ്യസ് ജൂനിയറും റഫീനും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ഫൈനൽ തേർഡിലോട്ട് പാസ്. ഇപ്പോഴും ബ്രസീലിന്റെ ടോപ്പ് സ്കോറർ ആണ്. അതുകൊണ്ട് തന്നെ ഇക്കുറിയും നെയ്മറിൽ തന്നെയായിരിക്കും അവരുടെ എല്ലാ പ്രതീക്ഷകളും ഉള്ള എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടിയിരിക്കുന്നു. 79 ഗോളുകൾ അടിച്ച ടോപ്പ് സ്കോററാണ്. പക്ഷെ ഈ ഒരു വേൾഡ് കപ്പിൽ ഒരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത് നെയ്മർ ആണോ മികച്ച ടാലന്റ് എന്നുള്ളതല്ല. അതായത് ഈ ലോകകപ്പിനോട് അനുബന്ധിച്ചുള്ള തന്റെ കഥയിൽ ആ ഫുട്ബോൾ തനിക്ക് അർഹമായ ആ ഒരു സമ്മാനം ഈ ലോകകപ്പോട് കൂടി നെയ്മറിന് ഏറ്റവും വലിയ ചോദ്യം അതാണ്. 6ാം കിരീടം സാധ്യമാകുമോ എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ബ്രസീൽ നെയ്മറിന്റെ ചിറകിലേറി 6ാം കിരീടം നേടുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.